ഹായ്, എല്ലാം സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു, ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞ്, കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിട്ട് ഞാൻ ഇപ്പം വന്നതാ. ചില ദിവസം നമുക്ക് തോന്നും ഒന്ന് വീഡിയോ ചെയ്താൽ എങ്ങനെയുണ്ടാവും അല്ലേ? അതൊരു സന്തോഷമാണല്ലോ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ. ഞാൻ ഒരു വീഡിയോ കുറച്ച് രണ്ടാഴ്ച മുമ്പ് ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടു കേട്ടോ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്കെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അല്പം ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ആ വീഡിയോ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാനിപ്പം വന്നത് ചെറിയ കാര്യങ്ങൾ പറയാൻ കേട്ടോ. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കുറച്ച് പറയാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഓരോ പുസ്തകത്തിൻ്റെ താള് മറിച്ച് നമ്മൾ പണ്ടൊക്കെ വായിക്കുന്നില്ലേ, ഓരോ പഠിക്കുന്ന പാഠം പോലെയാണ് നമ്മുടെ ജീവിതം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ പാഠം നമ്മൾ മറിച്ച് ഓരോ പാഠവും നമ്മൾ വായിച്ച് പഠിച്ച പാഠങ്ങൾ പോലെ തന്നെയാണ് ജീവിതം എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഓരോ ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് ഓരോ പാഠങ്ങളാണ് അല്ലേ? ഒരു ദിവസം നമ്മൾ നേരം വെളുത്ത് എണീറ്റാൽ വൈകുന്നേരം വരെ ഓരോരോ ജോലികൾ, എടുത്ത ജോലികൾ തന്നെ പിന്നെ എടുക്കുന്നു. എങ്കിലും എല്ലാം നമുക്ക് ഒരു പാഠം, അതായത് അറിവ്. ഓരോ പാഠങ്ങൾ നമ്മൾ പഠിക്കുക എന്ന് പറയും ഓരോ അറിവാണ് ഓരോ ദിവസവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പല കാര്യത്തിലും ഓരോ ആൾക്കാർ സംസാരിക്കുന്ന കാര്യത്തിൽ അത് നമുക്കൊരറിവാണ്. അപ്പോൾ അത് നല്ല കാര്യമാണെങ്കിൽ നമ്മളെടുക്കും, മോശക്കാര്യമാണെങ്കിൽ നമ്മൾ വിട്ട് കളയും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഞാനൊന്നും മോശമായ കാര്യങ്ങൾ എടുക്കാറില്ല, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ജോലി ചെയ്യുന്നു, നമ്മൾ പോകുന്നു. ഇപ്പം ഞാൻ സന്തോഷത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു സന്തോഷം എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അതിനെപ്പറ്റി ഓർക്കണം എന്ന് എനിക്ക് തോന്നാറില്ല. അതാണ് എൻ്റെ ഇത്. എനിക്കത് ഓർക്കാൻ ഇഷ്ടമില്ല. ഇപ്പം ഞാനിങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്ന ഓർക്കാനാണ് എനിക്കിഷ്ടം. ഈ സന്തോഷം പങ്കുവെക്കാനുമാണ് ഇഷ്ടം. പക്ഷെ ചിലപ്പോൾ നമ്മൾ അതിലേക്ക് തെന്നി വീണു പോകും. നമ്മുടെ മനസ്സ് പെട്ടെന്ന് അങ്ങോട്ട് തെന്നിപ്പോകും പോലെയാണ് അല്ലേ? ഓർക്കാതിരിക്കാൻ കഴിയില്ല. ജീവിതമല്ലേ, 20 വർഷം നമ്മുടെ നല്ലൊരു കാലഘട്ടത്തിൻ്റെ 20 വർഷം ചെറുപ്പകാലം പോയാൽ എങ്ങനെയുണ്ടാവും നമ്മുടെ ജീവിതം? ഒന്നുമല്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വളരെ സങ്കടമുള്ള കാര്യമല്ലേ? ഒരു കാര്യം സാധിക്കാതെ, അതായത് 20 വർഷം വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ഒഴുകിപ്പോയ പോലെ, എന്ത് ദുർഘടം പിടിച്ചതോ ഒഴുകിപ്പോയി എന്താന്ന് നമുക്ക് പറയാനേ അറിയില്ല. എന്നുവെച്ചാൽ അത്ര പ്രായമുള്ളൂ. 15 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ അല്ലേ? നമുക്കൊന്നും അറിയില്ല. പക്ഷേ നമ്മളവിടെ 20 വർഷം പിടിച്ചു വന്നു. ഓരോ പ്രാവശ്യം ഓരോ പ്രശ്നങ്ങളാക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇയാളൊരു വൃത്തികെട്ട മനുഷ്യനാണ്. ഏതൊരു സ്ത്രീയാണെങ്കിലും കൂടെ ഇയാൾക്ക് ഏതായാലും അങ്ങനെ അങ്ങ് പോയാൽ മതി, അത് തന്നെ. അങ്ങനെ ഓരോരുത്തരെ പാലക്കാട് വരെ കൊണ്ടുപോകും, ഓരോ പെണ്ണുങ്ങളെ വളച്ച്. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരുന്നു. നമ്മളിതെല്ലാം കണ്ടും കേട്ടും നമ്മൾ മടുത്തു. 20 വർഷക്കാലം പഞ്ചായത്തായി, വീട്ടുകാർ വരവായി, പറയലായി, എല്ലാം ചെയ്താലും ഇയാൾ നന്നാവില്ല. ഇയാൾ പറയും നാളെ നന്നാവും, മറ്റന്നാൾ നന്നാവും എന്ന് വീട്ടുകാർ പറയും. ഇയാളൊന്നും പറയില്ല. ആ പഞ്ചായത്തും കഴിഞ്ഞു അപ്പം തന്നെ ഒറ്റ പോക്ക് അയാളുടെ ഓരോ പെണ്ണുങ്ങളുണ്ടാവുമല്ലോ, അവരുടെ അടുത്തേക്ക് പോയി. അവിടെ എന്തി ഉറങ്ങിയിട്ട് വരും.
അങ്ങനെ തന്നെയാണ് കുറേ വർഷം, 20 വർഷം അങ്ങനെ തന്നെയാണ്. കണ്ടെന്ന് പറഞ്ഞാൽ കണ്ണിലിങ്ങനെ കണ്ട് ഞാൻ മടുത്തെന്ന് പറഞ്ഞാൽ മനസ്സൊക്കെ മരവിച്ച് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. എന്നിട്ടും ഇന്ന് നന്നാവും നാളെ നന്നാവുമെന്ന് നമ്മളും പ്രതീക്ഷിക്കും, നല്ലൊരു ജീവിതം കിട്ടിയാൽ എന്ന്. ഒരിക്കലും നന്നാവില്ല കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർ. നന്നാകണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ദൈവം അതിനുള്ള ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. അല്ലാതെ അവർക്ക് നന്നാകാനുള്ള ചിന്തകൾ മനസ്സിലേക്ക് അവർക്ക് വരില്ല. അവർക്ക് എപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കണം, കിട്ടുന്ന പൈസ കൊണ്ടുപോയി ഓരോരോ ആവശ്യങ്ങളല്ല കേട്ടോ, നല്ല ആവശ്യങ്ങളല്ല, അയാളുടെ സ്വന്തം ആവശ്യങ്ങൾ നടത്തണം. അത് സ്ത്രീകൾക്ക് കൊടുക്കലായാലും തിയേറ്ററിൽ പോകാൻ സിനിമ കാണലായാലും കള്ളു കുടിക്കലായാലും എല്ലാം അവർ കൂട്ടുകാരുമൊത്ത് നടക്കും. വീട്ടിലെന്താണ്, വീട്ടിലൊരു ഡ്രസ്സ് അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം അല്ലെങ്കിൽ ഇവർക്ക് കുട്ടികൾ അവർക്ക് എന്തെങ്കിലും വേണം, അവരുടെ പഠിപ്പ് ഒന്നും അയാൾ ശ്രദ്ധിക്കാറില്ല. കുട്ടികളൊക്കെ അത് കാരണം പഠിക്കാതെ തന്നെ ആയിപ്പോയി. മക്കൾ എന്ന് പറയുന്ന മകനൊക്കെ ഒരുവിധം പഠിക്കുന്നതായിരുന്നു, പക്ഷെ അവർക്കൊന്നും അതിന് എന്നാലും അവരച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. എന്താ ഒരു ചീത്ത സ്വഭാവമായാലും അവർക്ക് ആ സ്വഭാവം ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും പൈസയാണേലും കൊടുക്കാൻ എൻ്റെ അടുത്തില്ല, ഞാനൊരു പണിക്ക് പോകുന്നില്ലല്ലോ. അയാൾ കാണാതെ ഓടിപ്പോയി കുറച്ച് അടയ്ക്കൊക്കെ പൊളിച്ച് ഓടി വരും, 10 രൂപ കിട്ടും. അത് ഒരു മോളുണ്ട്, അവൾക്കൊരു കമ്മലോ വളയോ മാലയോ പൗഡറോ കൺമഷിയോ പൊട്ടോ ചാന്തോ അങ്ങനത്തെയൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞു പോയില്ലേ, ആ കാലവും കടന്നുപോയി. 20 വർഷം ഒരു ഗുണമില്ലാത്ത 20 വർഷം ഒരു ജീവിതത്തിൽ കഴിഞ്ഞില്ലേ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അല്ലേ. ആ 20 വർഷം എന്ന് പറയുന്നത് വലിയ വിലപ്പെട്ട സമയങ്ങളാണ്, നമ്മുടെ ചെറുപ്പകാലമാണ് 20 വർഷം. ആ 20 വർഷം എൻ്റെ വെറുതെ പോയിട്ടോ. ആ 20 വർഷം പോയതിൽ എനിക്ക് വളരെ സങ്കടമാണ്. 20 വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോഴാണ് എനിക്കും എൻ്റെ തലയ്ക്കൊരു വെളിവ് വന്നത്. ഇതങ്ങനെ മുമ്പോട്ട് പോകില്ല, ഇതൊന്നും നമുക്ക് ശരിയാവില്ല. നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ 4 പെണ്ണുങ്ങളായി നമ്മളെ കൺമുമ്പിൽ തന്നെ. പാലക്കാട് അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇതിൽ ടൂർ പോവുക, ആ റൂം എടുക്കുക, നമ്മളോട് കള്ളം പറയുക, ഞാൻ അവിടെയായിരുന്നു ഇവിടെയായിരുന്നു, മറ്റേ പാർട്ടി പരിപാടിയായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു, അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി കുടുംബക്കാരുടെ വീട്ടിൽ പോയി. ഇത് തന്നെയായിരിക്കും കള്ളം പറയാൻ അവർക്ക്. അന്നേരം എഴുതി കൂട്ടുമൊന്നും വേണ്ട, അത് അന്നേരം തന്നെ കള്ളമായിട്ട് ശരിക്കും പച്ചക്കള്ളം സത്യം പറയും പോലെ വരും. നമ്മൾ മണ്ടത്തികൾ വീട്ടിലിരിക്കുകയാണ്, വെറുതെ അല്ല. വീട്ടിൽ രാവിലെ തന്നെ പറമ്പിൽ പണിയെടുക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറമ്പിൽ ഇഷ്ടം പോലെ പറമ്പുണ്ട്, പറമ്പിൽ പണിയെടുത്താൽ തീരില്ല. അപ്പോൾ എന്നോട് വൈകുന്നേരം വരുമ്പോൾ ചോദിക്കും, നീ ഇവിടെ എന്താ എടുത്തതെന്ന്. ഞാൻ രാവിലെ പറമ്പിൽ പണിയുണ്ടാവും. പശുവുണ്ട്, ആട്, കോഴി, 2 കുട്ടികൾ, ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ആടിനും പശുവിനും നോക്കണം, പറമ്പിൽ കിളയ്ക്കണം, തെങ്ങിൻ്റെ കൂട് വൃത്തിയാക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നല്ലോ. 85 ഉള്ള കാലഘട്ടത്തിലാണ് എന്നെ കല്യാണം കഴിച്ചത്. പിന്നെ അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളും ഓരോ പാഠങ്ങളായിരുന്നു എനിക്ക്. പിന്നീടാണ് അതിൽ നിന്നൊക്കെ നമ്മളൊരു മോചനം നേടി കോടതി ഒക്കെ ഇറങ്ങി പോരേണ്ട അവസരം വന്ന് നമ്മൾ പോന്നു. അതെന്ന് വെച്ചാൽ നമ്മളൊരു അയാളേക്കാളും ഒരു 20 വയസ്സെങ്കിലും കൂടുതലുള്ള ഒരു പെണ്ണുമായിട്ട് കമ്പനി ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മളത്. അവർക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാമായിരുന്നു. ആ സമയത്ത് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി. പക്ഷെ ഞങ്ങളൊക്കെ പെട്ടുപോയതാണ്. അങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ. ഞാൻ കുറേ ആൾക്കാരെ കുട്ടികളെ കണ്ടിട്ടുണ്ട്, അച്ഛനും. പക്ഷേ ഇപ്പം അങ്ങനെയില്ല കേട്ടോ. ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മെച്ചമായി. അന്ന് നമ്മുടെ കാരണവന്മാർ വിചാരിക്കുന്നത് എന്താ, കുറച്ച് സ്ഥലം വേണം, കൃഷിയാണല്ലോ അന്നത്തെ ആവശ്യം. കൃഷി വേണം, കൃഷിക്കുള്ള സ്ഥലം വേണം, കൃഷി ചെയ്യാനുള്ളത്, വയൽ വേണം, ചോറുണ്ടെങ്കിൽ വയൽ വേണം. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് എന്നെയൊക്കെ ഒരുപാട് സ്ഥലമുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഒരു ഗുണവും കിട്ടിയില്ല, ഒരു ഗുണവും. സ്ഥലം ഉണ്ടായിട്ടും കാര്യം ഉണ്ടായില്ല, നമുക്ക് അതും കൊണ്ടൊരു
10 രൂപേൻ്റെ ഉപകാരം ഉണ്ടായില്ല. അതെല്ലാം അയാൾ നശിപ്പിച്ച് കളഞ്ഞു. നമ്മളതിലൊന്നും ഒരു പങ്കില്ല. നമുക്കൊന്നും 1 രൂപ പോലും എൻ്റെ 20 വർഷത്തെ പൈസ ജോലി ചെയ്യുന്ന ഓരോ ശമ്പളം നമ്മൾ കൂലിപ്പണിക്ക് പോയാൽ എത്ര രൂപ കിട്ടുമെന്ന് വെച്ചാൽ 20 വർഷത്തെ പൈസ എനിക്ക് തന്നാലും മതിയായിരുന്നു. അതും തന്നിട്ടില്ല. അതുപോലും തരാതെയാണ് നമ്മൾ ബന്ധം വേർപെടുത്തിയത്. എനിക്ക് വേണ്ടാന്ന് ഞാൻ എഴുതി കൊടുത്തു. എന്നുവെച്ചാൽ എനിക്ക് അയാളോട് ഒരു നിമിഷവും ജീവിക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു. വർഷങ്ങൾ കൊണ്ട് ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമല്ല കേട്ടോ. അത് നമ്മൾ ഓരോന്ന് കണ്ട് വരുന്തോറും നമ്മുടെ മനസ്സിന് ഭയങ്കര മുറുക്കമായിരുന്നു, പിരിമുറുക്കം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ശരിയാവില്ല, നമ്മൾ ജീവൻ പോകും, ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതൊക്കെ കണ്ടും കേട്ടും 20 വർഷം ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന കണ്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മളത് നേരിട്ട് പോയി കാണുക, അല്ലെങ്കിൽ അത് കിടക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ പുതപ്പ് ദേഹത്തുള്ളത് മാറ്റി നോക്കുമ്പം രണ്ടുപേര് ഒന്നിച്ച് കിടക്കുന്നത്, അവിടെ നിന്ന് തന്നെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അയാൾ കുറേ തല്ലുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊക്കെ സഹിച്ച് വീട്ടിൽ വന്ന് വീണ്ടും അവിടെ തന്നെ താമസിക്കുകയാണ്, പോരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നത്. ഒന്നും തന്നിട്ടുമില്ല, ഞാനൊന്നും ചോദിച്ചില്ല. എനിക്ക് ഇയാളെ പിരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ കയറൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ട് ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കുക. അമ്മേനെ വിളിച്ചിട്ട് അമ്മേനോട് പറയുക, അമ്മയ്ക്ക് എന്നെ വേണോ, അല്ലെങ്കിൽ ഞാനിപ്പം തന്നെ ഇല്ലാതെയാവുമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നല്ല പറഞ്ഞത്, പക്ഷെ നിങ്ങളോട് എനിക്കതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അമ്മയോട് പറഞ്ഞത്. അപ്പോൾ ഇല്ലാതെയാവുമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എനിക്കോ? എന്താ നീ അങ്ങനെ ചോദിച്ചാൽ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ തീരുമാനിച്ചു. എല്ലാ പ്രാവശ്യവും നിങ്ങൾ വരുമ്പോൾ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോവുകയല്ലേ, ഒരു പ്രാവശ്യം പോലും എൻ്റെ ഒരു സമ്മതമോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടമോ നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. എല്ലാ പ്രാവശ്യവും നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ, ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. അമ്മ, അയ്യോ എനിക്ക് വേണം, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അത്രയ്ക്ക് നിൽക്കാൻ പറ്റില്ല, നീ നിൽക്കണ്ട, അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അപ്പം തന്നെ വണ്ടിക്കൂലിക്ക് പോലും പൈസയില്ല. അടുത്തൊരു വീട്ടിലൊരു ചെറിയമ്മ, ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന ഒരാൾക്കാർ താമസിക്കുന്നുണ്ട്. ചന്ദ്രൻ്റെ ചെറിയമ്മ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ തന്നെയാണ്. എല്ലാവരും ചെറിയമ്മ എന്നാണ് വിളിക്കുന്നത് ചന്ദ്രൻ്റെ അമ്മേനെ. ചന്ദ്രൻ അയൽവക്കത്താണ്. ആ അമ്മയോട് വണ്ടിക്കൂലിയും വാങ്ങി. വണ്ടിക്കൂലി പോലും ഇല്ലയെന്ന് വിചാരിക്കണേ, 20 വർഷം താമസിച്ചിട്ട്. ഡ്രസ്സില്ല, എനിക്ക് പിന്നെ ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല. അവിടുന്ന് ഇട്ട ഡ്രസ്സ് കീറിയത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെടുത്ത് ഒരു കീറിയ ബ്ലൗസും ഒരു കീറിയ സാരിയും ഉടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. ആ പോരിച്ച ഇന്നിപ്പോൾ ഇങ്ങനെ പണിയൊക്കെ എടുത്ത് ഓരോ ദിവസം ജോലിയൊക്കെ ചെയ്ത് നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പോരേണ്ടതായിരുന്നു. 20 വർഷം എൻ്റെ വെറുതെ കളഞ്ഞില്ലേ, അങ്ങനെ നിൽക്കരുതായിരുന്നു എന്ന് ആണ് ഇപ്പം എനിക്ക് ചിന്തിക്കാനുള്ളത്. അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പം വേണ്ടിയിരുന്നില്ല. അന്നും ഞാൻ പോന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇത്ര കഷ്ടപ്പാടില്ല. ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പെര വയ്ക്കായിരുന്നു, വീട് വയ്ക്കായിരുന്നു, നമുക്ക് കിടക്കാൻ കിടപ്പാടം ഉണ്ടാകുമായിരുന്നു. അതൊന്നുമില്ലാതെ ഒരുപാട് വാടകയ്ക്ക് താമസിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടി. എന്നാൽ ബൈ, ഇന്ന് എത്ര മതി. ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഹായ്.